കാലിഫോർണിയയെ കാട്ടുതീ വിഴുങ്ങുന്നു. ഗിഫോർഡ് ഫയർ എന്നറിയപ്പെടുന്ന കാട്ടുതീയാണ് മധ്യ കാലിഫോർണിയയിൽ പടർന്നു പിടിക്കുന്നത്. 800-ലധികം കെട്ടിടങ്ങളെ കാട്ടുതീ ബാധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. കാട്ടുതീയിൽപ്പെട്ട് 3 പേർക്ക് പരിക്കേറ്റു. സ്റ്റേറ്റ് റൂട്ട് 166-ൽ 4 ചെറിയ തീപിടുത്തങ്ങളായാണ് കാട്ടുതീ തുടങ്ങിയത്. പിന്നീട് സാന്താ ബാർബറ, സാൻ ലൂയിസ്, ഒബിസ്പോ കൗണ്ടികളിലായി തീ പടർന്നു പിടിച്ചു. ATV റോൾ ഓവറിൽ 2 ഫയർ ക്രൂ അംഗങ്ങൾക്ക് പരിക്കേറ്റു. ഏകദേശം 2000-ലധികം പേർ കടുത്ത ചൂടിലും കനത്ത കാറ്റിലും തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. തീയുടെ 7% മാത്രമേ നിയന്ത്രണ വിധേയമായിട്ടുള്ളൂ. കാട്ടുതീ അതിവേഗം പടരുകയാണ്. കാട്ടുതീ പടർന്നു പിടിക്കാനുള്ള കാരണം വ്യക്തമല്ല. മധ്യ കാലിഫോർണിയയിൽ 5 ദിവസത്തിനുള്ളിൽ 83,000 ഏക്കറിലധികം കാട്ടുതീയിൽ കത്തിനശിച്ചു. ഗിഫോർഡ് തീ ഇപ്പോഴും തുടരുകയാണ്. സമീപ പ്രദേശങ്ങളിൽ 2 അധിക തീപിടുത്തങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് തീ പടരാൻ തുടങ്ങിയത്. കാലിഫോർണിയയിലെ സോൾവാങ്ങിലെ ലോസ് പാട്രസ് ദേശീയ വനത്തിനുള്ളിൽ പടരുന്ന ഗിഫോർഡിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതിനാൽ സാന്താ ബാർബറ, സാൻ ലൂയിസ്, ഒബിസ്പോ കൗണ്ടിയിലുള്ളവരെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടതൂർന്ന കുറ്റിക്കാടുകളിലാണ് തീ പടർന്നു പിടിക്കുന്നത്. തീ അണയ്ക്കാൻ ഏകദേശം 2000 പേരെ അയച്ചിട്ടുണ്ടെന്നും തിങ്കളാഴ്ച വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക് ഭാഗങ്ങളിൽ തീ നിയന്ത്രണ വിധേയമാകുന്നതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ലോസ് പാട്രസ് നാഷണൽ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. ചൂടുകൂടിയ കാലാവസ്ഥ തീ പടരുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു. ചൊവ്വാഴ്ച തീ അണയ്ക്കാൻ ഹെലികോപ്റ്ററുകളെ വിന്യസിച്ചു. 2 പുതിയ ബേസ് ക്യാമ്പുകളും തുറന്നിട്ടുണ്ട്. കാലിഫോർണിയയിലെ കുയാമയിൽ വായു ഗുണനിലവാര മുന്നറിയിപ്പും സാന്താ ബാർബറ കൗണ്ടിയിലെ ബാക്കി ഭാഗങ്ങളിൽ വായു ഗുണനിലവാര നിരീക്ഷണവും സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ തുടരുമെന്ന് സാന്താ ബാർബറ കൗണ്ടി വായു മലിനീകരണ നിയന്ത്രണ വിഭാഗം അറിയിച്ചു. കാലിഫോർണിയയ്ക്ക് പുറത്തുള്ളവരെയും തീ ബാധിക്കുന്നുണ്ട്. തീജ്വാലകളിൽ നിന്നുള്ള പുക ലാസ് വെഗാസ് താഴ്വരയിലേക്ക് എത്തുന്നുണ്ട്. ഇത് കാഴ്ചപരിധിയും വായുവിൻ്റെ ഗുണനിലവാരവും കുറയ്ക്കുന്നതായി ലാസ് വെഗാസിലെ നാഷണൽ വെതർ സർവീസ് പറഞ്ഞു. ലാസ് വെഗാസ് പ്രദേശത്ത് കുറഞ്ഞത് 2 ദിവസത്തേക്കെങ്കിലും പുക നിറഞ്ഞ അവസ്ഥയുണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഗിഫോർഡ് തീപിടുത്തത്തോടൊപ്പം തിങ്കളാഴ്ച ആരംഭിച്ച സെൻട്രൽ കാലിഫോർണിയയിലെ 2 അധിക തീപിടുത്തങ്ങളെയും അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേനാംഗങ്ങൾ.